നീറ്റ് എം ഡി എസിലൊരു ഗവൺമെൻറ് സീറ്റ് മേടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീം ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊരു 3 സ്റ്റെപ്പ് ഫോർമുല ഉണ്ട് ഭാട്ടിയ ക്രിയേറ്റ് ചെയ്ത. അത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. വിത്തൗട്ട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ്. കാരണം BDS നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ UG ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വരുന്ന സമയത്ത്, നമ്മൾ MCQ സെൻട്രിക് ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള കോൺസെപ്ച്വൽ നോളജ് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റീസെൻ്റ്ലി ഉള്ള എല്ലാ നീറ്റ് MDS പേപ്പർ അല്ലെങ്കിൽ INA പേപ്പേഴ്സും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കോൺസെപ്ച്വൽ ആയിട്ടുള്ള നോളജിൻ്റെ ക്ലാരിറ്റി എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭാട്ടിയ 19 സബ്ജക്ട്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ച്, സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ച് സ്റ്റുഡൻസിന് ക്ലാസ്സസ് കൊടുക്കുന്നത്. ഇതുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റീസെൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനീഷ്യൻസ് ആയ പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിൽ നടക്കുന്ന തിയറിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അപ്ഡേറ്റഡ് ആണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ കോൺസെപ്ച്വൽ ആയിട്ട് നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഒരു ഡ്രീം സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ നീറ്റ് MDS സക്സസ്സിലോട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, ഫസ്റ്റത്തെ കാര്യം കോൺസെപ്ച്വൽ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും പ്രോപ്പറായിട്ടുള്ള എക്സാം പാറ്റേണുകളാണ്. ഇത് ഭാട്ടിയിൽ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സബ്ജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും, നിങ്ങൾക്ക് എടുക്കുന്ന ഓരോ സബ്ജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും റാപ്പിഡ് റിവിഷൻ ടെസ്റ്റുകൾ നൽകി, വളരെ ഷോർട്ടായിട്ടുള്ള ടെസ്റ്റുകൾ നൽകി നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് പോസ്റ്റ് ക്ലാസ് ടെസ്റ്റുകൾ നൽകുന്നു. പോസ്റ്റ് ക്ലാസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ സബ്ജക്ട്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് MCQ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓൾസോ മന്ത്ലി നിങ്ങൾക്ക് ഒരു ഗ്രാൻഡ് ടെസ്റ്റുകൾ തരുന്നു. നീറ്റ് MDS പാറ്റേണിലുള്ള ഗ്രാൻഡ് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എക്സാം എഴുതുന്നതിൻ്റെയും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഏറ്റവും അധികമായിട്ടുള്ള ഒരു സമയമാണിത്. നമ്മൾ എത്രത്തോളം MCQകൾ ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ എക്സാമുകൾ എഴുതുന്നു അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാമിലും കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിലും നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കുന്നു എന്നുള്ള കാര്യമാണ്. തേർഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം, അതും ഇത്രത്തോളം കോമ്പറ്റീഷനുള്ള ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. നമ്മളുടെ കൂടെ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇവരുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്റ്റീവ്ലി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ്. ഇനി ഒരിക്കലും ഗവൺമെൻറ് MDS എന്നുള്ള സീറ്റ് ഒരു വിദൂരമായിട്ടുള്ള സാധ്യതയല്ല. ഭാട്ടിയുടെ 3 സ്റ്റെപ്പ് ഫോർമുലയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും.